ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 7 Star Tech Vlogs. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷനെ കുറിച്ചാണ്. എങ്ങനെ നിങ്ങളുടെ പാഷൻ തിരിച്ചറിയാൻ സാധിക്കും, വളരെ എളുപ്പമായ കുറച്ച് വഴികൾ പറഞ്ഞുതരാം ഞാൻ. അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ അവസാനം വെച്ച് ഒരു ബോണസ് ടിപ്പ് കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണേണ്ടതാണ്. അതിന് മുന്നായിട്ട് നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകും അല്ലേ, നിങ്ങൾ നിങ്ങളുടെ പാഷൻ തേടി പോയിട്ടുണ്ടാവുമെന്ന്. നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ വളരെയധികം ഉയരങ്ങളിൽ എത്തിയ വ്യക്തികളെല്ലാം തന്നെ പറയുന്നത് അവരവരുടെ പാഷൻ ഫോളോ ചെയ്ത് പോയതുകൊണ്ടാണെന്നാണ്. അപ്പോൾ നമുക്കും ഒരു ചിന്ത വരും അല്ലേ, ഇതുപോലെ നമ്മളുടെ പാഷൻ തേടി പോകണമെന്നും വലിയ വലിയ ഉയരങ്ങളിൽ എത്തണമെന്നും എന്നൊക്കെ നമുക്കും ഒരാഗ്രഹം വരും, സ്വാഭാവികം. പക്ഷേ നമുക്ക് അന്നേരവും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് വാട്ട് ഈസ് പാഷൻ. എന്താണ് ഈ പാഷൻ? അതിനെക്കുറിച്ച് ആർക്കും തന്നെ അധികം അറിവ് കാണത്തില്ല. എന്നാലും ചിന്ത എന്താണ്, മറ്റുള്ളവർ ആ പാഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ ഉയരങ്ങളിൽ എത്തിയത്, അതുകൊണ്ട് നമുക്കും അതുപോലെ തന്നെ പാഷൻ ഒക്കെ ഫോളോ ചെയ്ത് വലിയ വലിയ ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം വരും. പക്ഷേ ഒന്ന് അറിഞ്ഞുകൂടാത്ത കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാഷൻ എന്താണെന്നാണ് അതറിയത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് ഈ പാഷൻ എന്താണ്, അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം, നമ്മളുടെ പാഷൻ തിരിച്ചറിയാം, അതിനെക്കുറിച്ചുള്ള കുറച്ച് സിമ്പിൾ ടിപ്സ് ആൻഡ് വേസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യാനും അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനുമുള്ള ഒരു ഡീപ്പ് ഇമോഷനാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. പലരുടെയും തെറ്റിദ്ധാരണയുണ്ട്, എന്താവണം, എന്തായി തീരണം എന്ന ഈ ചിന്തകൾ, ഇതൊക്കെയാണ് പാഷൻ എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. എന്നാൽ അതെല്ലാം വെറും അംബിഷൻസ് ആണ്. ഒരിക്കലും ആ അംബിഷൻസ് ഒന്നും തന്നെ നമ്മളുടെ പാഷനായി മാറില്ല. അംബിഷൻസ് വേണം നമുക്ക്. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അംബിഷൻസ് എന്തായാലും കാണും അല്ലേ, അംബിഷൻസ് വേണം. പക്ഷേ അത് ഒരിക്കലും പാഷൻ ആണെന്നുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും വരാൻ പാടില്ല നമുക്ക്. ഒരു സിമ്പിൾ സെന്റൻസിലൂടെ ഞാൻ പറഞ്ഞു തരാം. അംബിഷൻ ഈസ് എ ഡിസയർ ടു അച്ചീവ് സംതിങ്, ബട്ട് പാഷൻ ഈസ് എ ഡിസയർ ടു ഡു സംതിങ്. എന്ന് വെച്ചാൽ അംബിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള, നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അംബിഷനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പാഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാൻ വളരെയധികം താല്പര്യപ്പെടുന്ന കാര്യമാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാഷനും അംബിഷനും രണ്ടും വെവ്വേറെയാണ്. അത് ഒരിക്കലും ഈ പാഷൻ, നമ്മളുടെ അംബിഷൻ എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് പലരിലും ഉള്ളത്. ഹൗ ടു ഫൈൻഡ് അവർ പാഷൻ? സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നന്നായി ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ, അതാണ് പെർഫെക്റ്റ് പാഷൻ. എക്സാമ്പിൾ, ഫുട്ബോൾ ഗെയിം, അതുപോലെ തന്നെ യൂട്യൂബ് വ്ളോഗിങ്, പിന്നീട് ആക്ടിങ്, സിംഗിങ്, ഇതെല്ലാം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഇതൊക്കെ തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും, പക്ഷേ ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല, നമുക്ക് ഒരു താല്പര്യം വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളുടെ പാഷനായി മാറില്ല. ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതും അതിനുപരി അത് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു താല്പര്യം, നന്നായി ചെയ്യാൻ കഴിയുക, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് നമ്മളുടെ ഒരു പാഷനായിട്ട് മാറുക. പലർക്കും ഇപ്പോൾ തന്നെ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും തങ്ങളുടെ പാഷൻ എന്തായിരിക്കും എന്നൊരു ചെറിയ ഊഹമെങ്കിലും കിട്ടിക്കാണും അല്ലേ. എന്നാൽ ചിലർക്കാണെങ്കിൽ ഒരു എത്തുംപിടിയും കിട്ടിക്കാണത്തില്ല ഇതുവരെയും. ഒരിക്കലും നമ്മളുടെ പാഷൻ ഒരു യൂട്യൂബ് വീഡിയോ മുഴുവനായിരുന്ന് കണ്ടുകൊണ്ടെന്നാലോ മറ്റൊരു വ്യക്തിയോടെ അതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ച് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ ഒന്നും തന്നെ നമ്മളുടെ പാഷൻ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അതിനായി നമ്മൾ എല്ലാം ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതുമായ കാര്യത്തെ തിരഞ്ഞെടുക്കുക. അതായിരിക്കും നിങ്ങളുടെ പാഷനായിട്ട് വരിക. വെറുതെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ പാഷൻ തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അതിനെ നമ്മൾ പ്രയത്നിക്കുക, സമയം ചെലവഴിക്കുക.
അതിലൂടെ നമുക്ക് നമ്മളുടെ പാഷൻ തിരിച്ചറിയാൻ സാധിക്കും. ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടമുള്ളതും കോൺഫിഡൻ്റ് ആയി ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു പ്രവൃത്തി അത് നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ അത് ശ്രദ്ധിക്കും. അത് അവർ ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളോട് അഭിപ്രായം പറയും. നീ അത് നല്ല രീതിക്ക് ചെയ്തു, നീ നല്ല രീതിക്ക് അത് അവതരിപ്പിച്ചു, നിനക്ക് അതിലൊരു പാഷൻ ഉണ്ട് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച് ചെയ്തു നോക്കാനായിട്ട് ഇനിയും ബാക്കിയുണ്ട് എന്നതാണ്. നമ്മളെല്ലാം തന്നെ പരീക്ഷിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കിയാലേ അതിൽ നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് ആ ഒരു ജോലിയോട് അല്ലെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോട് എന്ന് നമുക്കത് കണ്ടെത്താനാവുകയുള്ളൂ. ഇതെല്ലാം ചെയ്തു നോക്കിയിട്ട് തന്നെ നമ്മളുടെ പാഷൻ തിരിച്ചറിയാത്തതിൻ്റെ വേറൊരു കാരണമാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും. ആ ചുറ്റുപാടും നോക്കിയിട്ട് ഇതാണ് ലോകം എന്ന തെറ്റായ ചിന്തയാണ് നമ്മളെ അതിലേക്ക് നയിക്കാത്തത്. നമ്മളുടെ ചുറ്റുപാടും വിട്ട് അതിന് പുറമെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധം സൃഷ്ടിക്കുക. അതിനു പുറമെ ഉണ്ടാകുന്ന അപ്ഡേഷൻസ് എല്ലാം തന്നെ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക. അതിലൂടെ നമുക്ക് പരീക്ഷിച്ച് നോക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും. എത്രത്തോളം അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുവോ അത്രത്തോളം നമ്മളുടെ പാഷൻ ഡിസ്കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ പാഷൻ കണ്ടെത്തി അതിന് പുറകെ പോയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പാഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലും അതിൽ വളരെയധികം ഗെയിനും ലോസും എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളതാണ് ഈ പാഷൻ. എന്നാലും നമ്മൾ അതിനെ പാഷൻ എന്ന് തന്നെയാണ് വിളിക്കാറ്. നഷ്ടവും ലാഭവും എല്ലാം തന്നെ കാണും. ഒരിക്കലും പാഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അറ്റ് പ്രസന്റ് ജോബ് അതൊരിക്കലും ഏത് ജോലിയാണെങ്കിലും ഏത് വർക്കാണെങ്കിലും അത് കളയാൻ പാടില്ല. പകരം പാഷൻ നമ്മളുടെ ഒരു സൈഡായിട്ട് കൊണ്ടുപോവുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് അത് നിങ്ങൾക്ക് പ്രൊഫഷൻ ആയി കഴിഞ്ഞാൽ ഒരു ഗെയിൻ ഉണ്ടാകുമോ? അത് നിങ്ങൾക്ക് പ്രൊഫഷൻ ആക്കാൻ സാധിക്കുമോ? സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫഷൻ ആക്കി എടുക്കുക. ഒരിക്കലും പ്രൊഫഷൻ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടരുത്. അത് ഇഷ്ടത്തോടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയം ഉറപ്പാണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു ബോണസ് ടിപ്പ്, ഒരിക്കലും നമുക്ക് പാഷനിൽ നിന്ന് ഒരു ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷ വേണ്ട. എന്നാൽ അതിൽ നിന്ന് നമുക്കൊരു ഏണിങ്സ് ലഭിക്കുമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷൻ കണ്ടെത്താനായിട്ട് മാക്സിമം പരിശ്രമിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. അതിലൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടത്തോടുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി, ഒരു വർക്ക്, ആ പ്രവൃത്തിയാണ് നിങ്ങളുടെ പാഷനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ അറ്റ് പ്രസന്റ് ജോബ് കളഞ്ഞിട്ട് ഒരിക്കലും പാഷന് പുറകെ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ വിജയിക്കാം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം നിങ്ങളുടെ അറ്റ് പ്രസന്റ് ജോബിനോട് കൂടി സൈഡായിട്ട് ഈ പാഷൻ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഭാവിയിൽ അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അവസ്ഥയിൽ ആ ഒരു പാഷൻ നമ്മളുടെ പ്രൊഫഷനായിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മളുടെ പ്രൊഫഷനായിട്ട് മാറ്റാൻ ശ്രമിക്കാവൂ. അതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബി സേഫ്, സ്റ്റേ ഹോം, ബൈ ബൈ.